Hi friends, living in the program. This is a predictable time of your known reality. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച സത്യങ്ങൾ അറിയാത്ത ആൾക്കാർ നോർമലി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ് ഞാനിത് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ യെസ്റ്റർഡേ നടന്ന അതേ തന്നെ പ്രോഗ്രാം, അതാണ് ഓട്ടോമാറ്റിക് പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഇമോഷൻസും ഫീലിങ്ങും ഉള്ള പ്രൊഡ്യൂസ് ചെയ്ത അതേ തന്നെയാണ് നമുക്ക് പിറ്റേ ദിവസം ടുമാറോ നമുക്ക് സംഭവിക്കാൻ പോകുന്നതും. അതേ ഓട്ടോമാറ്റിക് പ്രോഗ്രാംസ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ തന്നെ പറയും, ഇതന്നെയാണ്, അപ്പം നാളെ നോക്കാൻ പറ്റുന്ന ഇതിൽ നിന്ന് വേറെ വ്യത്യാസമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ത് പറയും, ഈച്ച് ഡേ നമ്മളെന്ത് പറയും, ഇപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നതും, അത് തന്നെയാണ് നമ്മൾ ഇതന്നെയാണ് ഇതന്നെ നടക്കാൻ പോവുള്ളൂ, ഇതിൽ കൂടുതൽ വ്യത്യാസമൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ പറയും അല്ലേ. അതേ തന്നെയാണ് നമുക്ക് നമ്മളുടെ ബ്രെയിനിന് കിട്ടുന്നത്. അപ്പം അതിന് പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ പ്രെഡിക്റ്റബിൾ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് ചിത്രം കണ്ടോ, ഇതിലെങ്ങനെയാണ് യെസ്റ്റർഡേയും ടുമാറോയും പാസ്റ്റും ഫ്യൂച്ചറും സെയിം ആണ്. ഇതിൽ എന്തുതന്നെയാണ് ഓട്ടോമാറ്റിക് പ്രോഗ്രാമിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തണം. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇതിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പുതിയ പുതിയ ഫീലിങ്ങുകൾ. നമ്മൾ ജനിച്ചത് മുതൽ, വളർന്നത് മുതൽ, വലുതായത് മുതൽ, ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഈ സ്റ്റേറ്റിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഫീലിങ്ങുകൾ, ഇമോഷൻസാണ് നമ്മളെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാറണം. ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു ന്യൂ ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളതിന് പുതിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, ഇതുവരെ എന്താണോ നമുക്ക് പാസ്റ്റിൽ വന്നുകൊണ്ടിരുന്നത് അതെല്ലാം മാറ്റി നമ്മൾ അതിനു വേണ്ടി എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എപ്പോഴും പ്രസൻറ്റ് സ്റ്റേറ്റിലാണെന്ന് ഇരിക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മളുടെ പഴയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എപ്പോഴും അത് വിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും സ്റ്റേ ഇൻ പ്രസൻറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യണം. അവിടെയാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ ചെയ്യുന്നത്. I will help you. Thank you for hearing me. I will help you to transform from this to a unknown event that is predictable by us. I am sure we can break this program.